ബി.ജെ.പിയെ അകറ്റി നിർത്താൻ കേരളത്തിലടക്കം കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് CPI പാർട്ടി കോൺഗ്രസ് ചർച്ചയിൽ അഭിപ്രായമുയരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി.ജെ.പിയെ തടയാൻ ആവശ്യമെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്ന് ചർച്ചയിൽ അഭിപ്രായങ്ങൾ വന്നു. വിശാല ഇടതു പാർട്ടികളുടെ പുനരേകീകരണത്തിന് CPI മുൻകൈ എടുക്കണമെന്നും ചർച്ചയിൽ പറഞ്ഞു. ചണ്ഡീഗഡിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ കേരളത്തിലേക്കും ഈ ഇന്ത്യ മുന്നണിയുടെ കൾച്ചറും ഐക്യവും കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം പാർട്ടി അണികളിൽ തന്നെ പ്രശ്നം ഉണ്ടാകില്ലേ? തീർച്ചയായും SKN, കേരളത്തിലും അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ BJP വളരുന്നത് തടയാൻ, അധികാരത്തിലെത്തുന്നത് തടയാൻ ഇന്ത്യ സഖ്യത്തിന് സമാനമായി തന്നെ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന സാധ്യത പരിശോധിക്കണം എന്ന അഭിപ്രായം കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ, ഇന്നലെ പൊതു ചർച്ചയ്ക്ക് മുമ്പായി ചേർന്ന ഗ്രൂപ്പ് ചർച്ചയിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഉന്നയിച്ചത്. പ്രത്യേകിച്ച് 10 വർഷത്തിനപ്പുറമുള്ള സാഹചര്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കണം. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നു. അതേസമയം കേരളത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് കോൺഗ്രസിനെ പിന്തുണച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കില്ലേ പാർട്ടി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലും BJP മുന്നേറുന്നത് കണ്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP അധികാരത്തിലെത്തുന്നത് തടയാൻ കോൺഗ്രസുമായി അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു നയം പാർട്ടി സ്വീകരിക്കേണ്ടതുണ്ട് എന്ന നിലപാട് ഉയർന്നത്. എന്നാൽ ഗ്രൂപ്പ് ചർച്ചയിൽ തന്നെ ഇക്കാര്യം അത് തള്ളിക്കളയുകയായിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് പൊതു ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല എങ്കിൽ പോലും പാർട്ടി കോൺഗ്രസിനകത്ത് അത്തരത്തിലൊരു അഭിപ്രായം കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി തന്നെ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് പ്രസക്തമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഈ ചർച്ചകളിൽ നേതൃത്വത്തിനെതിരെ അടക്കമുള്ള വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ഈ ഒരു ഘട്ടം വരെ ഉയർന്ന കേന്ദ്ര നേതൃത്വം എന്ത് നിലപാടെടുത്തു, പാർട്ടിയെ ഏത് രീതിയിൽ വളർത്താൻ കഴിഞ്ഞു, ഇന്ത്യ സഖ്യത്തിനുള്ളിൽ എന്ത് സ്വാധീനം പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഒപ്പം തന്നെ കനയ്യകുമാർ അടക്കമുള്ള യുവ നേതാക്കൾ പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായി, പാർട്ടിക്ക് ദേശീയ പദവി നഷ്ടപ്പെട്ടത് അത് കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ പാർട്ടി കോൺഗ്രസിന്റെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് ഭരണഘടനാ തലത്തിലുള്ള ഭേദഗതികൾ ഈ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ 3 റിപ്പോർട്ടുകൾ ഒപ്പം തന്നെ ഭരണഘടന എന്നിവയ്ക്കായി 4 കമ്മീഷനുകളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ ഭരണഘടനാ ഭേദഗതികൾ ഉൾപ്പെടെ വൈകിയ വേളയിലാണ് നിർദ്ദേശങ്ങളായി ഉയർന്നു വന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തവണ അത് ഈ പാർട്ടി കോൺഗ്രസിൽ പരിഗണിക്കുന്നില്ല. ഭരണഘടനയ്ക്കായുള്ള പ്രത്യേകം കമ്മീഷനും ഉണ്ടാകില്ല. പകരം പിന്നീട് പുതിയ കൗൺസിലിനെ തിരഞ്ഞെടുത്ത് ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ചേരുന്ന ആദ്യ ദേശീയ കൗൺസിൽ യോഗത്തിലായിരിക്കും അത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങൾ അടക്കമുള്ളവ പരിഗണിക്കുക. എന്തായാലും ഇന്ന് ഈ 3 റിപ്പോർട്ടുകളിലുള്ള ചർച്ചകൾ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും 3 കമ്മീഷനുകൾ ചേരുക. തുടർന്ന് വൈകിട്ട് ദേശീയ കൗൺസിൽ ചേരും. ഇപ്പോൾ എന്തായാലും കേരളത്തിന്റെ പ്രത്യേക യോഗം രാവിലെ ചേരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ചണ്ഡീഗഡിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.